ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ വീഡിയോ ഇസ് ഓൾ അബൌട്ട് പെട്ടി പൊട്ടിക്കൽ. സാധാരണ നമ്മൾ ദുബായ് ടു നമ്മുടെ നാട്ടിലേക്കൊക്കെ പോകുമ്പോഴുള്ള പെട്ടികളാണ് നമ്മൾ പൊട്ടിക്കാറ്. ഇന്ന് ഞാൻ കൂർഗിന്ന് വന്നൊരു പെട്ടിയാണ് പൊട്ടിക്കാൻ പോകും. ബിക്കോസ് നമ്മുടെ റംസീൻ എത്തിയിട്ടുണ്ട് ഗായ്സ്. കൂർഗിന്ന് ലുക്ക്. ഇന്ന് നമ്മൾ രാവിലെ തന്നെ റംസീനെ അബുദാബിയിൽ നിന്ന് പിക്ക് ചെയ്തിട്ടുണ്ട്. റംസീന എനിക്ക് കുറെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. നമുക്ക് റംസീന എന്തൊക്കെയാണ് കൊണ്ടുവന്നത്, കാട്ടിൽ നിന്ന് എന്തൊക്കെയാണ് കൊണ്ടുവന്നത് നോക്കാം. സോ അതാ റംസീനയുടെ പെട്ടി പൊട്ടിക്കാൻ പോവാണ്. ലോക്കൊക്കെ ഉണ്ട്, നമ്പർ ലോക്ക് ഒക്കെ തുറക്കുന്നുണ്ട്. ലൈബാച്ചും ഇവിടെ ഭയങ്കരമായിട്ട് അവൈറ്റിംഗ് ആണ്. എന്താണ് റംസീന കൊണ്ടുവന്നത്? ഓ മൈ ഗോഡ്, ഇവിടെയും പ്രശ്നമുണ്ടല്ലോ. ഇവിടെ കുറച്ചും കൂടി ഇതാവാനുണ്ട്. ഇതിൽ കുറെ എന്തൊക്കെയോ ഉണ്ട്. ഈ സൈഡ് നോക്കണ്ടതാണ് റംസീനയുടെ അഭ്യർത്ഥന. നമുക്ക് ഈ സൈഡ് നോക്കാം. അപ്പോൾ യെസ്, ഇവിടെ നമുക്ക് റംസീന പച്ചമുറുക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ചിപ്സ്, പച്ചമുറുക്ക്, പഴുത്ത പഴം ചിപ്സ്. റംസീന നമുക്ക് ഫ്രഷ് കുരുമുളക് കൊണ്ടുവന്നിട്ടുണ്ട്. എന്തോ ഒരു സ്പെഷ്യൽ ചായപ്പൊടിയൊക്കെ ഒന്ന് പറയണ്ടായിരുന്നു. അതെ, റോസ് പെറ്റൽസ് ചായ, ഇതൊക്കെ നമുക്ക് ട്രൈ ചെയ്യാം. പിന്നെ അതാ അവളുടെ ബോസിന് ബോസിന് ഒരു മരത്തിന്റെ ഇത് വെച്ചുണ്ടാക്കിയ ഒരു കാറ്. കൊള്ളാം. എന്നല്ലേ വച്ചു കളിച്ചോ. അയ്യോ, ഇടയെ വിട്ടുപോയി. എന്നാ കളിച്ചോ. ഇതിന്റെ കൊറേ വറവാണ് ഉള്ളത്. ഇതെന്നാ അസ്ലുവിന് ഇഷ്ടമായി. ഇതെന്റെ ഫേവറേറ്റ് ആണ്. അവളുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നത്. ടേസ്റ്റ് അല്ലേ? നല്ല രസമല്ലേ? നല്ല ടേസ്റ്റ് ആണ്. ഇതിന്റെ പേരെന്താടാ? പൊട്ടറ്റോ ചിപ്സ്. യെസ്, പിന്നെ ഇതൊക്കെ അവളവളുടെ ഓഫീസിൽ കൊണ്ടുപോകാൻ വേണ്ടി കൊണ്ടുവന്നത്. ബുദ്ധ, 2 ബുദ്ധ ഉണ്ട് അതിന്റെ. അതെ, ഹാൻഡ് മെയ്ഡ് ബുദ്ധകൾ. അതാ ഒരു ഇതിനെന്താ റംസീന നിങ്ങൾ പറയണേ? വാത്ത് കോയിനെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാ ലൈബാച്ചുവിന് കളിക്കാൻ. ഇത് സോൻ പപ്പടി. എന്താ തലയിരങ്ങളും മരത്തിന്റെ ചീപ്പ് വരെ കൊണ്ടുവന്നു. യെസ് ഗൈസ്, ഞങ്ങൾ ഓൺലി നാച്ചുറൽ പ്രോഡക്ട്സ് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. അവക്ക് അവളെന്തോ പൊട്ടിച്ചിട്ടുണ്ട്. എന്താ ഇത് കാട്ടുതേനാണ് ഗൈസ്, കാട്ടുതേന്. ഞാൻ പറഞ്ഞ സ്പെഷ്യലി നേരത്തെയും ഇവളെ അറിയിച്ച് ഉമ്മാനെ കൊണ്ട്. യെസ്, ഉമ്മ എനിക്ക് വേണ്ടി സ്പെഷ്യലി അവിടുത്തെ ആൾക്കാരെ കൊണ്ട് എടുപ്പിച്ചതാണ്. എന്തൊക്കെയോ തുറക്കുന്നുണ്ട്. ഇനി നമുക്കൊരു വലിയൊരു ഭണ്ഡാരം പൊട്ടിക്കാനുണ്ട് ഇവിടെ. അതെ, ഫുള്ളി ആ കുഞ്ഞിക്കുപ്പിയിലാണ് ഇവിടെ. എടാ, അത് ടേസ്റ്റ് ചെയ്യാൻ തന്നില്ലല്ലോ. ഞാൻ ടേസ്റ്റ് ചെയ്തില്ല. എനിക്ക് വെച്ചാ ഓട്ടെ, മതി, കുറച്ച് മതി. മതി മതി മതി, ഞാൻ ടേസ്റ്റ് ചെയ്യാം. നല്ലേ ബാ വച്ചു, നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. അടിപൊളില്ലേ? നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് അച്ചാറാണ് ഗൈസ്, വീട്ടിലത്തെ നെല്ലിക്കയും മാങ്ങയും ഇട്ടിട്ടുള്ള അച്ചാർ. നെല്ലിക്ക മാങ്ങ അച്ചാർ. ഇത് കൂൾ സ്പെഷ്യൽ. ഇതാണ് സ്പെഷ്യൽ. ഇതാണ് സ്പെഷ്യൽ. ബാംബു അച്ചാർ.
ഇതൊരു മുളച്ചാറ് റംസീന മുളക്കറി, മുളച്ചാറ്, മുളപ്പുട്ട്, മുള ബിരിയാണി എല്ലാം പറഞ്ഞ് നമുക്ക് സ്പെഷ്യൽ ആയിട്ട് മുള അച്ചാർ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. ഞാൻ എടുത്തിട്ടും വരാം. അവിടെ മുള അച്ചാർ ടേസ്റ്റ് ആയിട്ട് ഓള് കൈയിട്ടാ തിന്നാറുണ്ട്. അസ്ലു ടേസ്റ്റ് ചെയ്തിട്ട് പറയും എങ്ങനെ ഉണ്ടെന്നുള്ളത്. ഞാനും ടേസ്റ്റ് ചെയ്യാം. ജാതിക്കച്ചാറിന്റെ ടേസ്റ്റ്. ഇതാണ് കൊള്ളാം. മുളച്ചാർ. ഇത് കുറച്ച് നമുക്ക് ഇങ്ങോട്ടേക്ക് മാറ്റാം. കുറച്ച് ഇങ്ങോട്ടേക്ക് എടുക്കാം. അടുത്ത പൊട്ടിക്കണം സീന. അടുത്തത് ഇത് നമ്മൾ അവിടെ മാത്രം കിട്ടുന്ന ഒരു സ്പെഷ്യൽ സാധനം. മാങ്ങ ഉപ്പിലിട്ട മാങ്ങയുണ്ട്, പിന്നെ വേറെ മാങ്ങ എന്തെങ്കിലും? അതിലുണ്ട്. സഹായിക്കടി വെച്ചു. ഹംസിനെ പൊട്ടിക്കല്ലേ, അവിടെ വീഡിയോ എടുക്കല്ലേ. ഇത് നമ്മളവിടെ മാത്രം കിട്ടുന്ന ഒരു സ്പെഷ്യൽ കായാണ് ഗൈസ്. അതിന്റെ അച്ചാറാണ്. ഇത് വേറെ ഇതെന്താ അച്ചാറാണ്. എന്താ ചറ? ഞങ്ങളുടെ അമ്പട്ടെന്ന് പറയും. അമ്പട്ടയോ? ആ എനിക്കറിയാം, അമ്പഴങ്ങ. അമ്പഴങ്ങയാണ് എനിക്ക് ഇഷ്ടമുള്ള സാധനം. അതിന്റെ അച്ചാറാണ്. അമ്പഴങ്ങ അച്ചാർ. ഇത് കണ്ണിമാങ്ങല്ലേ? കണ്ണി മാങ്ങല്ല. ഉറപ്പാ? ഇനിയും വേണോ? അമ്പഴങ്ങല്ല, പിന്നെ പച്ചമ്പഴങ്ങല്ലേ? ആ പച്ചമ്പഴങ്ങയാണ്. പിന്നെ പഴുത്തമ്പഴങ്ങ അച്ചാറുടെ രീതി. പെട്ടെന്ന് കണ്ണിമാങ്ങ തോന്നി. കണ്ണിമാങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ. ഇതാണ് ഗൈസ്. പിന്നെ അടുത്തതായിട്ട് അയ്യോ, ഇത് ഞങ്ങൾ ഉപ്പിലിട്ട മാങ്ങയാണെന്ന് തോന്നുന്നു. ചെറുനാരങ്ങൊക്കെ കെട്ടിക്കൊണ്ടു കൂടോത്രം ചെയ്താണ്. അത് അവിടെ നിന്ന് ഞങ്ങളുടെ മരത്തിൽ നിന്ന് തന്നെ പറിച്ചതാണ്. ബ്ലഡി ഫൂൾ. എല്ലാം ഫാമിലി, ഹോംലി ആൻഡ് ഫാമിലി ആയിരുന്നൊക്കെ. ഹോംലി എന്തോ കൂടോത്രം പുതിയ. ഇത് അവോക്കാഡോ, സ്വന്തം വീട്ടിൽ അവോക്കാഡോ എന്റെ വീട്ടിൽ. ഇത്ര വലുതോ? യെസ്, ഇതെന്റെ സ്വന്തം വീട്ടിലുണ്ടായതാണ് ഗൈസ്. കാണും, ഇത്രയും വലിയ അവക്കാഡോ ഇവിടെ പോലും ഞാൻ കണ്ടിട്ടില്ല. ഇത് പഴുക്കാറായിനെ. തേനിട്ട് ജ്യൂസ് അടിക്കാം നമുക്കിന്ന്. ഫ്രഷ് തേനും പാലും അവക്കാഡോ ഇട്ട് നമുക്കിന്ന് ജ്യൂസ് അടിച്ചു കുടിക്കാം. ഇന്നൊരു ദിവസം കൂടി വെക്കണം, എന്നാലേ ഇത് പഴുക്കുള്ളൂ. ഇല്ല, ജ്യൂസ് അടിക്കാത്. എടാ മണ്ട, കഴിക്കും ജ്യൂസ് അടിച്ചില്ലെങ്കിൽ. ഇത്തിരി ഇതാവാനുണ്ട്. ഇതാ, ഇത് പച്ചയാണ്. ഇത് ഫ്രിഡ്ജ് വെച്ചേക്ക്. ഫ്രിഡ്ജിൽ വെക്കണ്ട, ഫ്രിഡ്ജിൽ വെച്ച പഴുക്കൂല. ഫ്രിഡ്ജിൽ വെച്ച് എങ്ങനെ പഴുക്കണേ? പുറത്ത് വെക്കാം. എന്താണ് ഉപ്പിലിട്ട ചക്ക. ചക്കയോ? മാങ്ങ. ഉപ്പും മുളകും ഇട്ട മാങ്ങയാണ് ഗൈസ്. മുളക് ഇത് ഒക്കെ ഇടിച്ചതാ? ഇങ്ങനെ വെറുതെ ഇടിച്ചതാ? വെറുതെ ഇടിച്ചതാ. ഇത് ഞങ്ങളവിടെ കിട്ടുന്ന വൈൽഡ് മാംഗോ ആണ്, കാട്ടിൽ നിന്ന് കിട്ടുന്ന മാങ്ങയാണ്. സൂപ്പർ സൂപ്പർ. കുഞ്ഞു മാങ്ങ. ലൈബാച്ചുന് ഇഷ്ടാവും. ഇതിന് റംസീനയുടെ ഉമ്മാനോട് നമ്മൾ താങ്ക് യു പറയണം ഗൈസ്, ബിക്കോസ് ഉമ്മയാണ് ഇതൊക്കെ പ്രിപ്പയർ ചെയ്ത് നമുക്ക് വേണ്ടി. കൂർക്കുന്ന വരുമ്പോ ഒന്നും കൊണ്ടുവരുന്നില്ല എന്നുള്ള പരാതി ഉണ്ടായിരുന്നു, അതങ്ങോട്ട് തീർത്തു. അതെ. ആവു, അവർക്ക് ഇവിടെ നിന്ന് കൊതി വിടുന്നുണ്ട്. അല്ലേ ബച്ചുവിന് ഇഷ്ടം. വലിയ എരിവില്ല. കാന്താരി മുളക് ഉപ്പും വെടക്കാൻ വേണ്ടിട്ടാ. ഇതൊക്കെ മിക്കവാറും ഇന്ന് തന്നെ ഇവിടെ തീരുന്നതാണ്. ഇതൊക്കെ തീരും. നാളെ വയറ് വൈകാണ്ടൂടെ കിടക്കരുത്. ചമ്മന്തി അരക്കാം സൂപ്പറായിട്ട്. ഈ മാങ്ങയിൽ ചമ്മന്തി ഉണ്ടാക്കാം. ലൈബാച്ചു ഇവിടെ കോമാങ്ങയാണ് ചോദിച്ചു വാങ്ങുന്നുണ്ട്. അതിന് കൂട്ടാൻ വന്നത് മുതലേ ഇല്ലേ. നമ്മളെ റംസീനെ വിളിച്ചു വരുത്തിയതാണ് എന്നെ കൂട്ടാൻ വരാന്ന് പറഞ്ഞ്. അങ്ങനെ നമ്മള് നമുക്ക് പന്നി നീയല്ലേ പറഞ്ഞു ഞാൻ വരാന്ന് പറഞ്ഞിട്ട് പഠിച്ചോളി. ഇതൊക്കെ എന്റെ എന്തായാലും 3:30 എണീച്ച് ഞങ്ങൾ വന്നാ. 3:30 എണീച്ച് വന്നത് ലാഭമില്ലേ?
ഉറക്ക നഷ്ടം അതൊക്കെ ഇതിലങ്ങട് ഇതിലങ്ങോട്ട് സോൾവ് ചെയ്യാം. എന്താണ് മാഡത്തിന് വേണ്ടത് പറയൂ. കത്തി തരാൻ പറ്റില്ല. വാങ്ങിക്കടി കൈമുറി കടി. എന്നാ ഞാൻ എടുത്തന്നെ അധികം എരിവുണ്ടായില്ല. ഹായ്. വേസ്റ്റ് ഇടാൻ ഒരുപാട് വേസ്റ്റ് ഉള്ളത് ഇതേപോലെ വരും. അസല് 2 എണ്ണം കഴിച്ചപ്പേക്കും എടാ. ഇനി എന്തോന്നാ റംസിനെ പൊട്ടിക്കാനുള്ളത്? പൊട്ടിക്കാനൊന്നുമില്ല ശബന, എല്ലാം കഴിഞ്ഞ് എല്ലാമേ ഇനി അടുത്ത ലീവിന് പോയിട്ട് വരുമ്പോൾ. ഏത് ഫ്രണ്ട്? ജീവിത ജീവിതയിൽ ഇനി എന്തെങ്കിലും ഉണ്ടോ കൊടുത്തുടാൻ? ജീവിതയില് ഉമ്മ പറഞ്ഞ നീ മറന്നിട്ട് പോയതെന്തെങ്കിലും ബാക്കിനെ കൊടുത്തേക്കാം. നീ എന്താടാ ഇങ്ങനെ നക്കുന്നുള്ള അച്ചാറിടാ? കഴിക്കട്ടെ കൊച്ച്. എന്റെ പൊന്നെ, ഞാൻ ഇത്തരം പ്രായത്തിൽ ഇത്ര എരിവ് കഴിക്കലില്ല. അതാണ് നിനക്ക് ഇപ്പോഴും എരിവ് ഇഷ്ടമല്ലാത്തത്. അപ്പൊ ഇനി നമുക്ക് അതിന് മൂടിയോ? അങ്ക കൊണ്ടോന്ന്